ഖബറിൽ നമ്മുടെ കൂടെ ഒരാളുമില്ല. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ പറയുന്ന എല്ലാ ആളുകളും, അത് നമ്മുടെ കുടുംബക്കാരാവട്ടെ, അല്ലാത്തവരാവട്ടെ, നാട്ടുകാരാവട്ടെ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളാവട്ടെ, മഹല്ലുകാരാവട്ടെ, ആരാവട്ടെ, ആരൊക്കെ നമ്മുടെ ജനാസയെ അനുഗമിക്കുന്നുണ്ടോ, ഇനി അനുഗമിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഇനി അനുഗമിക്കുന്നവർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരു മയ്യത്തിനെ അനുഗമിക്കുന്നത് 3 കാര്യങ്ങളാണ്. 2 മടങ്ങിപ്പോരും, 1 മാത്രമേ ഖബറിൽ കൂട്ടിനുണ്ടാവുകയുള്ളൂ. ഈ 2 3 ഒപ്പം പോകുമെന്ന് പറയുന്നത് എന്താണ്? കുടുംബങ്ങളും ബന്ധുമിത്രാദികളും, അതുപോലെ തന്നെ അവന്റെ സമ്പത്തിന്റെ അവകാശികളും, അതേപോലെ തന്നെ അവൻ ചെയ്ത അമലുകളും ഒക്കെ ആയിട്ടാണ് അവന്റെ മയ്യത്ത് അവനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ അവനെ പിന്തുടരുന്നത്. പക്ഷേ ഈ കുടുംബങ്ങളും ബന്ധുക്കളും അല്ലാത്തവരും ഒപ്പം വന്നവരും ഒക്കെ മടങ്ങിപ്പോരും. നമ്മുടെ ധനത്തിന്റെ ആളുകളും അവകാശികളും ഒക്കെ തിരിച്ചു പോരും. അമൽ മാത്രം ബാക്കിയാകും. ആ അമൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലല്ലെങ്കിൽ, റബ്ബിന് വേണ്ടി അല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ, അമല് മാത്രം കൂട്ടിനുണ്ടാകുന്ന നമ്മുടെ ഖബറിൽ ആരെ പേടിച്ചുകൊണ്ട്, ആർക്ക് വേണ്ടി റബ്ബിന്റെ നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതിരുന്നുവോ, മുത്ത് മുസ്തഫായുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ ഭയപ്പെട്ടു നിന്നുവോ, ആരെങ്കിലും അവിടെ നമ്മുടെ കൂട്ടിനുണ്ടാകുമോ? നമ്മുടെ ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, പാപ്പയുണ്ടോ, മക്കളുണ്ടോ, കുടുംബങ്ങളുണ്ടോ, ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. നമ്മുടെ അമല്, ആ അമല് നമ്മുടെ ഖബറിൽ നമുക്ക് കൂടെ ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹു തൃപ്തിപ്പെട്ട അമലാവട്ടെ. അള്ളാഹുവിനെയല്ലേ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത്. റഹ്മാനായ റബ്ബിനെ കോപിപ്പിച്ചിട്ട്, റബ്ബിനെ വെറുപ്പിച്ചിട്ട് ലോകത്തിന്റെ മുഴുവൻ ഇഷ്ടം പിടിച്ചു പറ്റിയാൽ നമുക്ക് ഖബറിൽ സുഖമുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ആരെയൊക്കെ സുഖിപ്പിച്ചോ അവരാരും നമുക്ക് സഹായത്തിനായി നമ്മുടെ ഖബറിൽ ഉണ്ടാവുകയില്ല. റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത അമലുകളെ ഖബറിൽ കൂട്ടിനുണ്ടാവുകയുള്ളൂ.